ഹായ്. സി ജെ പിയുടെ ഏറ്റവും പുതിയ പോർമുഖം സ്കൂൾ ടീക്കരോ ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് കത്തിപ്പടരുകയാണ്. സി ജെ പി പ്രവർത്തകര് ഗവൺമെന്റ് സ്കൂളുകളിൽ ചെല്ലുന്നു. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, അത് ടോയ്ലറ്റ് ആണെങ്കിലും ആ ബാത്റൂം ആണെങ്കിലും ഒക്കെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കുന്നു. ലോകം മുഴുവൻ നോക്കിക്കാണുകയാണ് എത്രമാത്രം ദയനീയ അവസ്ഥയിലാണ് ഇവിടുത്തെ സാധാരണ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് എന്ന്. ഏതാണെങ്കിലും ഈ സംഭവം ബി ജെ പിയെ കുറച്ചൊന്നുമല്ല വിരളി പിടിപ്പിച്ചിരിക്കുന്നത്. രാജസ്ഥാനിൽ അവരെ നിരോധിച്ചിരിക്കുന്നു. മഹാരാഷ്ട്രയില് കേസെടുത്തു ശ്രീമാൻ അഭിജിത് ദീപ്കയ്ക്കെതിരെ. അങ്ങനെ എല്ലാ വിധത്തിലും പല്ലും നഖവും ഉപയോഗിച്ച് ചെറുക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പിയും ബി ജെ പി സർക്കാരുകളും. എന്താണെങ്കിലും ഇപ്പൊ എല്ലായിടത്തും ചർച്ചാ വിഷയം ഇത് തന്നെയാണ്, സ്കൂൾ ടീക്കരോ. ഇപ്പോഴാണ് സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളും സമ്പന്നരുടെ കുട്ടികൾ പഠിക്കുന്ന പ്രൈവറ്റ് സ്കൂളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ജനം മനസ്സിലാക്കുന്നത്. വളരെ വളരെ ദയനീയ അവസ്ഥയിലാണ് പല സ്കൂളുകളുടെയും അവസ്ഥ എന്ന് പറയുന്നത്. സർക്കാർ സ്കൂളല്ലേ പാവപ്പെട്ടവൻ പഠിക്കുന്നത്, ആര് കാര്യമാക്കുന്നു, അത്ര തന്നെ. എന്താണെങ്കിലും വലിയൊരു മാറ്റത്തിന് ഇത് തുടക്കമാകുമെന്ന് ഞാൻ കരുതുകയാണ്. അതെല്ലാം ഉപരി സി ജെ പി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിട്ടില്ലെങ്കിൽ പോലും മാറ്റങ്ങൾക്ക് കാരണബോധരാകാൻ അവർ കഴിയുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയില്ല, ആദർശങ്ങളില്ല, ഒന്നുമില്ല. എങ്കിൽ പോലും അവര് പറയുന്നത് ശ്രവിക്കാൻ ആളുകൾ കാതോർക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം വരുന്ന യുവജനങ്ങള് ഇവരെ കാതോർക്കുന്നു, അവരെന്ത് ചെയ്യുന്നുവെന്ന് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അത് ബി ജെ പിക്ക് മാത്രമല്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളും തീർച്ചയായും ഭീഷണി തന്നെയാണ്. കാത്തിരിക്കാം ഈ പരിപാടി എവിടെ ചെന്നെത്തുമെന്ന്. താങ്ക് യു.